ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തി വാഹനമോടിക്കുന്നവരും മദ്യപിച്ച് വാഹനമോടിക്കുന്നവരും നിരവധി വഴിയാത്രക്കാരുടെ ജീവനാണ് അപകടം സൃഷ്ടിക്കുന്നത്. ഇത്തരം നിരവധി സംഭവങ്ങൾ ഈ സമീപ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ എറണാകുളം മുളന്തുരുത്തിയിലാണ് മദ്യപിച്ച് വാഹനമോടിച്ച ആളുടെ കാർ അപകടത്തിൽപ്പെട്ടത്. മുളന്തുരുത്തി സ്വദേശി തമ്പി ഓടിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാത്രി നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഗുരുതരമായി പരിക്കേറ്റ തമ്പിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമിയെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ പേടി തോന്നും. ഈ ദൃശ്യം പകർത്തിയ തൊട്ട് പിന്നാലെ എത്തിയ ഏതോ ഇരുചക്ര വാഹന യാത്രക്കാരനാണ് ദൃശ്യം പകർത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അയാൾക്കും ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ? കാരണം ഫോൺ കയ്യിൽ നിന്നും തെറിച്ചു പോകുന്നതായിട്ടാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാഹനം ഓടിച്ച തമ്പിയുടെ അവസ്ഥ എങ്ങനെയാണ്? ഈ വിഷയത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ നവമി? ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. മുളന്തുരുത്തിക്ക് സമീപം വെച്ചിട്ടായിരുന്നു ഈ സംഭവം നടക്കുന്നത്. തമ്പി വാഹനം ഓടിച്ച്, അതായത് അമിതമായി മദ്യപിച്ച് അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. തമ്പിയുടെ വാഹനത്തിന്റെ പുറകിൽ ഒരു ഇരുചക്ര വാഹനം കാണാം. അതിന്റെ പുറകിൽ വന്ന ഒരു കാറ് യാത്രക്കാരാണ്, 2 യുവാക്കളാണ്. അവരാണ് ഈ വീഡിയോ എടുത്തത്. അവർ ഈ സമയത്ത് ഇവരുടെ പുറകെ, ഈ തമ്പിയുടെ വാഹനത്തിന്റെ പുറകെ ഇവരുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഒരു പന്തികേട് മണത്ത ഈ യുവാക്കൾ ഇവരെ ഫോളോ ചെയ്യുകയായിരുന്നു, ഈ തമ്പിയുടെ വാഹനത്തെ ഫോളോ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഈ യുവാക്കൾ പറയുന്നുണ്ടായിരുന്നു ഈ നടന്നു പോകുന്നവരോടും കാൽനട യാത്രക്കാരോടും അതോടൊപ്പം മറ്റു വാഹനത്തിൽ പോകുന്നവരോടൊക്കെ ശ്രദ്ധിക്കണം, വഴി മാറിക്കോ എന്ന് പറയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും അമിത വേഗതയിൽ പോയ ഈ തമ്പിയുടെ വാഹനം മതിലിലിടിച്ച് കറങ്ങി വന്ന് തൊട്ടു പുറകിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുകയും അതിനുശേഷം ഈ വീഡിയോ ചിത്രീകരിച്ച യുവാക്കളുടെ കാറിൽ ഇടിക്കുകയും ചെയ്തു. അങ്ങനെ 2 വാഹനങ്ങൾക്കും അപകടം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ 3 പേരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. തമ്പിയുടെ നില ഗുരുതരമാണ്. അമിതമായി മദ്യപിച്ചുകൊണ്ടാണ് വാഹനം ഓടിച്ചതെന്ന് അമിതമായി മദ്യപിച്ചിട്ടുണ്ടെന്ന് ഇന്നലെ നടത്തിയ പരിശോധനയിൽ, ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ മനസ്സിലായിട്ടുണ്ട്. മറ്റൊരു കാര്യം, തമ്പി ഇപ്പോഴും ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ തുടരുകയാണ്. മറ്റ് 2 യുവാക്കളുടെ, അതായത് ഇരുചക്ര വാഹനത്തിൽ പോയ യുവാവിന്റെയും മറ്റ് കാറിലുണ്ടായിരുന്ന ആ വീഡിയോ ചിത്രീകരിച്ച യുവാക്കളുടെയും നില, അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഗുരുതരമായി ഒന്നുമില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. പക്ഷേ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അമിത വേഗതയിൽ ഹോൺ മുഴക്കി അല്ലെങ്കിൽ ഇത്തരത്തിൽ ലൈറ്റൊക്കെ ആയിട്ട് അമിത വേഗതയിൽ ഒരു ബോധമില്ലാതെയാണ് ആ വാഹനം ഓടിക്കുന്നതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. പുറകിൽ വരുന്ന യുവാക്കളും ഈ ഇരുചക്ര വാഹനത്തിന്റെ ഇരുന്ന യാത്രികരും ഒക്കെ ഇയാളെ ഹോൺ അടിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അമിത വേഗതയിൽ തന്നെയാണ് തമ്പി വാഹനം ഓടിച്ചത്. എന്തായാലും മുളന്തുരുത്തി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമിത വേഗത, ഈ മദ്യപിച്ചുള്ള അമിത വേഗത, ബോധമില്ലാതെയുള്ളൊരു ഡ്രൈവിംഗ് ആണ് തമ്പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പോലീസിന് മനസ്സിലായി. എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനുശേഷമായിരിക്കും വിശദമായിട്ടുള്ള കേസെടുക്കലും. ഈ മുളന്തുരുത്തിയിലെ സംഭവത്തിന് സമാനമായിട്ടുള്ള, അതല്ലെങ്കിൽ അല്പം കൂടെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്തത്. ഈ മുളന്തുരുത്തിയിലെ സംഭവത്തിന് സമാനമായിട്ടുള്ള, അതല്ലെങ്കിൽ അല്പം കൂടെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്തത്. കണ്ണൂരിൽ വാഹനം ഇടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചൊരു ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ ഭയം തോന്നും. അതൊരു പോലീസുകാരനാണ്, അതായത് നിയമം പാലിക്കേണ്ട ഒരു നിയമപാലകനായിട്ടുള്ളൊരു പോലീസുകാരനാണ് ഇത്തരം നിയമം ലംഘിച്ച്, ഗതാഗത നിയമം ലംഘിച്ച് അമിത വേഗതയിൽ വാഹനം ഓടിച്ച ഒരു സ്ത്രീയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയത്, അവർ മരിക്കാനിടയായ സാഹചര്യം സൃഷ്ടിച്ചത്. പോലീസുകാരനെതിരെ നടപടി സ്വീകരിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ CPO ലിതേഷിനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സംഭവത്തെക്കുറിച്ച് എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? പോലീസിന്റെ ഭാഗത്തു നിന്ന് കേസെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിഭീകരമായിട്ടുള്ള ഒരു ദൃശ്യമാണ്. ഈ മരിച്ച വനിത അവർ റോഡിന്റെ സൈഡിൽ കൂടി നടന്നു പോകുകയായിരുന്നു. അമിത വേഗതയിലെത്തിയ
CPO ലതേഷ് ആ കാൽനട യാത്രക്കാരിയായ വീട്ടമ്മയെ ഇടിച്ചു തെറിപ്പിച്ച് അല്പദൂരം മുന്നോട്ട് പോകുന്നത് നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും. എന്തായാലും പോലീസ് ഈ CPOക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. CPOയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിന്റെ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തുകയാണ്. ഇങ്ങനെ അമിതമായി വേഗതയിൽ പോയത് ഇത് ഏതെങ്കിലും ലഹരി അല്ലെങ്കിൽ മദ്യപിച്ചിട്ടാണോ ഇത്തരത്തിലൊരു വാഹനം ഓടിച്ചെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ്. ഈ കാൽനട യാത്രക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളുടെ അമിത വേഗത, ഇത്തരത്തിൽ മദ്യപിച്ചു അല്ലെങ്കിൽ മത്സരയോട്ടം, ഇതെല്ലാം പലപ്പോഴും അപകടം സംഭവിക്കുന്നത് ഇരുചക്ര വാഹനത്തിൽ പോകുന്നവർക്കോ അല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്കോ ആയിരിക്കും. ഒരു സുരക്ഷയും ഇല്ലാത്ത ഒരു ഡ്രൈവിംഗ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നിരത്തുകളിൽ കാണാൻ കഴിയുന്നത്. ദിനം പ്രതി ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപകടത്തിൽ മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. നിയമം കർശനമാക്കാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള അമിത വേഗത കാരണം ജീവൻ പൊലിയുന്നത് വീണ്ടും തുടരുക തന്നെ ചെയ്യും. നമുക്കറിയാം കൊച്ചി നഗരത്തിലായിക്കോട്ടെ ഈ ബസ്സുകളുടെ സൂചിപ്പിച്ചതുപോലെ നിയമം ശക്തമാക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇതേ രീതിയിൽ അപകടം സൃഷ്ടിക്കുകയാണെങ്കിൽ പിന്നെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ളൊരു അപകടം ഉണ്ടായാൽ, അപകടത്തിൽ ഒരാൾ മരിച്ചാൽ പോലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തുക, ജാമ്യം ലഭിക്കുക, സ്വാഭാവികമായും ഇത്തരം നിയമങ്ങളിലെ പഴുതുകളാണ് വീണ്ടും ഇതുപോലുള്ള നിയമലംഘനങ്ങൾക്ക് പലരെയും പ്രേരിപ്പിക്കുന്നത്. അമിത വേഗതയിൽ വാഹനം ഓടിക്കുക, റീൽസുകൾക്ക് വേണ്ടി അഭ്യാസ പ്രകടനങ്ങൾ, വാഹനം ഓടിച്ചുകൊണ്ട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന സംഭവങ്ങളൊക്കെ നിത്യേന ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ പോലീസും ഗതാഗത വകുപ്പും ഈ വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പും കർശനമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിന് പോകുന്നത് കാസർഗോഡ്.